അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി അതിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. 2000 20,000 കോടി രൂപ അതും ഗ്യാസായിട്ട് പോയി, ബലൂണിനകത്തേക്ക് തന്നെ പോയി. സ്വാഗതം അതർവ്യൂവിലേക്ക്. അതർവ്യൂവിൽ ഇന്ന് അതിഥി ഇന്ത്യയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് രവി നായർ. നമുക്ക് ഈ പേര് കൂടുതൽ പരിചിതമാവുന്നത് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് അദാനി ഗ്രൂപ്പിൻ്റെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് വിശദമായൊരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടപ്പോഴാണ്. നേരത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നു, അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത് OCC റിപ്പോർട്ട് വന്നപ്പോഴാണ്. ഏത് വിധത്തിലാണ് അദാനി ഗ്രൂപ്പ് അവരുടെ ഓഹരികളുടെ വില ഊതിപ്പെരുപ്പിക്കാൻ വേണ്ടി സാമ്പത്തിക ക്രമക്കേടുകൾ കാണിച്ചത്, ഏതൊക്കെ ഷെൽ കമ്പനികൾ രൂപീകരിക്കാൻ സഹായിക്കുന്ന ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് അവർ ഫണ്ട് റൂട്ട് ചെയ്തത്, ഇത്തരം വിവരങ്ങളൊക്കെ അതിലാരൊക്കെയാണ് പങ്കെടുത്തത്, ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന OCC റിപ്പോർട്ട്. OCC ഭാഗമായ സീനിയർ ജേർണലിസ്റ്റാണ് രവി നായർ. അദ്ദേഹമാണ് ഇന്ന് അതർവ്യൂവിൽ അതിഥി. സ്വാഗതം സർ. താങ്ക് യു. നമ്മളിത് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത്, രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബലൂണിങ് എഫക്റ്റിനെ കുറിച്ച്. ഈ ബലൂണിങ് എഫക്റ്റ് ആദ്യം ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായിട്ടാണ് തുടങ്ങുന്നത് 2012. ഒരു ഗുജറാത്ത് മോഡൽ വികസനം ബലൂണിനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. രാജ്യം നയിക്കാൻ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഒരു ബലൂൺ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റ് പല ഏരിയയിലേക്കും ഈ ബലൂണിങ് എഫക്റ്റ് മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഫിനാൻസിലേക്ക്, അതുപോലെ ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം നൽകുന്ന ആളുടെ അടുപ്പക്കാരനായ വ്യവസായിയുടെ ബലൂണിങ്ങിലേക്ക്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? Let me tell you the first thing. I like the word ballooning. Ballooning ആദ്യം തുടങ്ങിയത് 2001 2012 ഇന്ത്യ മൊത്തം അത് ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നുള്ളതാണ്. 2001 ബലൂണിങ് തുടങ്ങി. 2002 ഗുജറാത്ത് പോഗ്രോമിന് ശേഷം കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് CII ഡൽഹിയിലെ ഒരു മീറ്റിംഗ് വെച്ചു. അപ്പം അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി, ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചിട്ടായിരുന്നു ആ മീറ്റിംഗ് വെച്ചത്. സോ ഹി വോണ്ടഡ് ഓൾ മേജർ ഇൻഡസ്ട്രിയലിസ്റ്റ് ടു ഇൻവെസ്റ്റ് ഇൻ ഗുജറാത്ത്. എന്നിട്ട് ഗുജറാത്തിനെ ഒരു വലിയ ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത്. നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് വാസ് ഓൾറെഡി പ്രോസ്പെറസ് ഇൻ ദാറ്റ് വേ. അത് വളരെ മുമ്പ് മുതൽ, നമ്മൾ കുറേ പുറകിലേക്ക് വേണമെങ്കിൽ ചിമൻഭായ് പട്ടേലിൻ്റെയോ കേശുഭായ് പട്ടേൽ ആ സമയത്തൊക്കെ നമ്മൾ അങ്ങനത്തെ വേ ബാക്ക് ഫ്രം 80s to 90s നമ്മൾ നോക്കുമ്പോൾ ഗുജറാത്ത് ഇൻഡസ്ട്രിയൽ അതിലും ആ ട്രേഡിങ്ങിൻ്റെ അതിലും ഗുജറാത്ത് വാസ് ഓൾവേസ് എഹെഡ് ഓഫ് മെനി അതർ സ്റ്റേറ്റ്സ്. അപ്പോൾ അതിനെ പിന്നെയും കുറച്ചുകൂടെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഈ this CII meeting happened immediately after the 2002 Gujarat pogrom. I'm deliberately using the word pogrom because that's what I believe. അപ്പോൾ അന്ന് ഈ ബജാജ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു ശ്രീ രവി ബജാജ്, very senior businessman, and he was very famous for one more thing. Not only his business acumen, he was very famous for one more thing because he never minced his words when, speak on things. Even to politicians, he was very frank and open. അപ്പോൾ പുള്ളി അന്നത്തെ ഗുജറാത്ത് ചീഫ് മിനിസ്റ്ററോട് ചോദിച്ചു, ഇങ്ങനത്തെ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയറാണ് നിങ്ങളുടെ സംസ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് കോൺഫിഡൻസാണ് ഞങ്ങളെപ്പോലുള്ള ബിസിനസ്സുകാർക്ക് തരുന്നത് ആ സ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ? എന്ത് വിശ്വാസത്തിലാണ് ഞങ്ങളവിടെ ഇൻവെസ്റ്റ് ചെയ്യുക? അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി അതിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ഓക്കെ, അപ്പോൾ കുറച്ച് ഗുജറാത്തി ബിസിനസ്മെൻ ചേർന്നിട്ട് ഒരു റൈവൽ ഗ്രൂപ്പ് ഉണ്ടാക്കി. CII വിട്ടുപോകുന്ന പറഞ്ഞിട്ട് ഒരു റൈവൽ ഗ്രൂപ്പ് ഉണ്ടാക്കി ഗുജറാത്തിൽ. ഇപ്പോൾ ഈ നിർമ്മ ഉണ്ടല്ലോ, വാഷിംഗ് പൗഡർ, അതെ, അതിൻ്റെ ഓണറായിരുന്ന കൃഷ്ണൻഭായ് പട്ടേൽ, പിന്നെ അഡാനി ഗ്രൂപ്പിൻ്റെ മിസ്റ്റർ ഗൗതം അഡാനി, പിന്നെ കുറച്ച് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ആൾക്കാർ, മേജർലി ഗുജറാത്തി, നോട്ട് മേജർലി ഓൾ ഗുജറാത്തി ബിസിനസ്മെൻ, ഒരു റൈവൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ടായി. ഇപ്പം നടന്നുകൊണ്ടിരിക്കേണ്ടത്, ഈ സമയത്ത് അത് നടന്നുകൊണ്ടിരിക്കേണ്ടത് വൈബ്രൻറ്റ് ഗുജറാത്ത് സമ്മിറ്റ്. ഓക്കെ, സോ
എവറി അതർ ഇയർ ഇങ്ങനെ ആയിരക്കണക്കിന് ചെറുകിടവും വലിയകിടയായിട്ടുള്ള വ്യവസായികളും ബിസിനസ്മാൻമാരും പോവും. എന്നിട്ട് പറയും ഞങ്ങൾ അത്ര 1000 കോടി രൂപ ഇടാം, ഇത്ര ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് അത് ഭയങ്കര ഇതായിട്ട് ഓരോ ഇത് കഴിയുമ്പോഴും ഒരു ഫിഗർ വരും. അപ്പോൾ 2018 നമ്മളതിനെപ്പറ്റി ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഗുജറാത്തിലിപ്പോൾ അത്രയും ആ കമ്മിറ്റിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയോ ലക്ഷം കോടി രൂപകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദ ആക്ച്വൽ ഫിഗർ ഈസ് എത്ര കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ merely less than 2% was the actual investment took place. That's the actual figure. Okay, അപ്പോൾ ബലൂണിങ് അന്ന് തുടങ്ങിയതാണ്. ഇത് ഒരു പുതിയ പ്രൊജക്റ്റ് അല്ല. പിന്നെ ബലൂണിങ്ങിൻ്റെ മറ്റൊരു കഥ പറയുകയാണെങ്കിൽ 2005 അന്നത്തെ ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, ഒരു ഗുജറാത്ത് കമ്പനി ഉണ്ട് GSPC എന്ന് പറഞ്ഞിട്ട്, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം കോർപ്പറേഷൻ. GSPC ഒരു വലിയ ഗ്യാസ് ഡിസ്കവറി നടത്തി. 5 ബില്യൺ ക്യൂബിക് മീറ്റർ something like that. അത് ഇന്ത്യ വിൽ ബി സെൽഫ് റിലയൻറ്റ് ഓൺ നാച്ചുറൽ ഗ്യാസ്, നമുക്കൊന്നും ഇമ്പോർട്ട് ചെയ്യണ്ട. 2005 കഴിഞ്ഞിട്ട് 19 വർഷമായി. ഗ്യാസ് എവിടെ? ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത 2000 crores കുറിച്ച് CNTG-യുടെ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത 20,000 കോടി, 2000 അല്ല 20,000 കോടി രൂപ അതും ഗ്യാസായിട്ട് പോയി, ബലൂണിനകത്തേക്ക് തന്നെ പോയി. ഇപ്പോൾ ബലൂണും ഇല്ല. അതിനുശേഷം GSPC 2009 ആരെങ്കിലും ലാസ്റ്റ് ടൈം GSPCയെ പറ്റിയിട്ട് അന്നത്തെ ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുക, പിന്നെ ആരും കേട്ടിട്ടുണ്ടാവില്ല. കാരണം പുള്ളി പറഞ്ഞിട്ടില്ല, കാരണം അപ്പോഴത്തേക്കും പൈസ പോയി. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ എല്ലാം അങ്ങനെയാണ്. ദ ഐഡിയ ഈസ് ടു എക്സാജറേറ്റ്. ഇപ്പോൾ 2012 മുതൽ അത് നാഷണൽ ലെവലിലേക്കായി. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ഒരു CAG ഒരു 2G സ്കാമിൽ 1,71,000 കോടി രൂപ എക്സ്ചെക്കറിന് നഷ്ടമായി എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ടുണ്ട്. ഇറ്റ്സ് നോഷണൽ, ദർ ഈസ് നോ ആക്ച്വൽ ലോസ്, ബട്ട് ഇറ്റ് വാസ് എ നോഷണൽ ലോസ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ നോഷണൽ ലോസ്, 1,71,000 crore was the figure. Okay? After investigation, the CAG himself admitted that was not correct. So the ballooning happens at different levels. It's not only on exaggerating about one person and his achievements or what he is going to do. No, the exaggeration happens when you are trying to demean the opposition also. Right. Now, another balloon which happened on that time was the so-called coal scam. Okay. Supreme Court ordered to cancel all the allocations. But when all the allocations got cancelled, 2 allocations did not. Joseph, Mr. Gautam Adani, which was related to Mr. Gautam Adani, that those allocations did not get cancelled. Now, what was that Supreme Court order then? That government should not allocate coal mines without having any bidding, right? It should be a multi-party bid. This government, after around the time of this COVID, this government amended it. Now, this government can award coal even if it is single party bid. Okay? And a couple of such bids went into Adani Group. Okay? So again, this anti-corruption, there is a balloon. Now, other balloon is that the strongest ever Prime Minister of India. Okay? And he was very friendly with the Chinese regime. Probably he is the Prime Minister, or he was the Chief Minister, who visited China from India the maximum time. Okay?
During his first 5 to 6 years, how many times the Chinese Prime Minister came into India and how many times he went there, right? But for the reasons known to him, the strongest ever leader of India, he didn't say the word China in public after February 2020. Why? Right? At the time of COVID, the Prime Minister was at the peak of it. When people were just dying like flies, the Prime Minister was nowhere to be seen. Mr. Narendra Modi was nowhere to be seen. Once it receded, that the peak intensity started to recede, and when things came under control, he appeared and took the credit, and the entire regime and the right-wing missionary and its IT cell gave the credit to his back. For what? So it was another ballooning, right? So this ballooning happens at multiple times. And why people believe this? Because as human beings, we all have a tendency. We would like to hear good things. നമുക്ക് എപ്പോഴും നല്ലത് കേൾക്കാനാണ് ഇഷ്ടം, അല്ലേ? അപ്പോൾ നമ്മുടെ രാജ്യം നന്നാവുകയാണ്, നമ്മുടെ ഒരു നേതാവ് ഭയങ്കര സ്ട്രോങ് ആണ്, അങ്ങനത്തെ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടാക്കിയിട്ട് ബലൂണിനെ എത്ര വലുതാക്കാൻ പറ്റുമോ അത് ആ ഓട്ടറിൻ്റെ ബ്രിങ്ക് വരെ വലുതാക്കും തന്നെ, എന്നിട്ട് കാണിക്കും നല്ല ഭംഗിയുള്ള ബലൂൺ. ആൻഡ് പീപ്പിൾ ബിലീവ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ഗുഡ്, ഇറ്റ് സൗണ്ട്സ് ഗുഡ്, റൈറ്റ്? ആൻഡ് ദ ബലൂൺ ഈസ് വെരി കളർഫുൾ, ഇറ്റ് ലുക്സ് ഗുഡ്. അപ്പോൾ ഈ റൈറ്റ് വിങ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവരും അത് മാത്രം വായിക്കുന്നവരും, ഇപ്പോൾ യുഎസിൽ പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ മെയിൻ സ്ട്രീം മീഡിയ, വെദർ ഇറ്റ്സ് ഹിന്ദി ചാനൽസ് ഓർ ഇംഗ്ലീഷ് ന്യൂസ് ചാനൽസ്, even some vernacular languages, in vernacular languages, they give more vibrant colors to this, inflated balloon to project it. In an interview, if a senior journalist asks the Prime Minister, "Sir, aap thakte nahi ho? Aare ക്ഷീണിക്കാറില്ലേ? 16 മണിക്കൂർ ഇങ്ങനെ നിർത്താണ്ട് ജോലി ചെയ്തിട്ട് അപ്പൊ ക്യാ കുട്ടി പീത്തോ, എന്ത് ടോണിക്കാ കുടിക്കണേ?" ചോദിക്കുമ്പോൾ so that's again giving a vibrant colors to that already inflated balloon. The answer is right? And a film star goes and asks, "Sir, aap maanga engane kazhikya? Kadichu kazhikyo ado imbi kazhikyo? So aap aam kaise khate ho?" So these are the kind of questions the Prime Minister liked to hear, and that's the kind of questions he answers. Okay? So it gives another impression that the Prime Minister is so comfortable, to speak on silly things. It gives another feel-good, factor to the people. But actually, what is happening now? Where a balloon parayam? Economy il paranjondu where a balloon parayam. Now it's projected that India will be growing at 7.3%. GDP. ഇതിൽ ആരും പറയാത്തൊരു കാര്യം എന്താണെന്നറിയോ? 2 വർഷം കോവിഡിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്ന 2 വർഷം ലോകത്തിലെ ഏറ്റവും പുറകിലേക്ക് പോയ എക്കോണമി ഇന്ത്യയായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇൻ 1 quarter our growth was -23%. The reason was the Prime Minister decided to lock down the country with 4 hours notice. He just decided. Just like he decided to demonetize, right? ആ വർഷം ആക്ച്വൽ GDP ഗ്രോത്ത് റേറ്റ് എന്തായിരുന്നു? സോ നമ്മുടെ GDP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു വർഷത്തെ, ഈ വർഷം നമ്മൾ എത്ര വളർന്നോ അതിന്ന് എത്രയാണ് നമ്മുടെ ഗ്രോത്ത് അടുത്ത വർഷം, ആ ഡിഫറൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ബേസ് ഇഫക്റ്റ് ഭയങ്കര ലോ ആയിരിക്കുമ്പോൾ, ഈവൻ ഇഫ് വി ഗ്രോ എ സ്മോൾ ബിറ്റ്, the difference feels, because if you take the average, the difference feels good, bigger. Or the celebrate here, because it's another balloon, right? In a balloon, the where no demonetization. Another terrorism, black money in Davilia. Okay? Fake notes in Davilia. Corruption in Davilia. Okay? People struggled. Many people died
standing on queues. People starved. A lot of businesses closed down, right? The MSMEs, small scale, it shut down operation. Did the corruption stop? ബിജെപിയുടെ തന്നെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കർണാടകയിലത്തെ ഗവൺമെന്റില് 40% commission. Exactly. Did corruption stop? No, it's not. Right? Vyapam in Madhya Pradesh happened under BJP. But the corruption did not. Right? The number of currency notes which was available in the market then and now, it's almost 35% higher than what was available then. Right? Could they stop counterfeiting? No, they couldn't. Did terrorism stop? No. Right? Terrorist still comes into India, or till terrorism is there. Soldiers are getting killed in Kashmir. Right? It was another balloon. So, this ballooning effect went into the business also. So, one such company is Adani Group. I'm saying one such company is Adani Group because that is the most visible in this ballooning, right? In 2014, 26 May 2014, Mr. Modi took the oath as the Prime Minister of India. അന്ന് അഡാനി ഗ്രൂപ്പിൻ്റെ അതിന് കുറച്ച് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 6 മാസം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ സെപ്റ്റംബർ 2013 Adani Group in the market capitalization was nearly around 8 billion, 7 point something billion dollars. Okay. 9 കൊല്ലം കൊണ്ട് 2022 സെപ്റ്റംബറിൽ അഡാനി ഗ്രൂപ്പിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതിൻ്റെ പീക്കിലെത്തി, the pinnacle. Then, of that period, that 9-year period, it was 262 billion. Okay? Mr. Gautam Adani himself announced that we are a 260 billion group. Right? How did this happen? So when we speak about market capitalization, this is not actual money. This is again notional. Right? If you are an investor, when you invest in the market and if you buy a company's shares, what do you look into it? Look at the fundamentals of the company, how strong the company is, what are the businesses it does, how much profit it generates, how much dividend it's going to give you in the long run, where the company would be standing. Right? So these are the minimal basic things which our investor will look into. But Adani Group in the മൊത്തം കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ അഡാനി പോർട്ട്സ് ഒഴികെ ഏത് കമ്പനിയാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളത്? മാർക്കറ്റിൽ അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് വരുമ്പോൾ അഡാനി ഗ്രൂപ്പിൽ അഡാനി പോർട്ട്സ് ഒഴികെ ബാക്കി ഏത് കമ്പനിക്കാണ് അനലിസ്റ്റിക് റിപ്പോർട്ട് വരാറുള്ളത് സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ 4-5 വർഷമായിട്ട്? Why the famous Indian investors, the stock market investors never touch Adani Group? Because they know it's a balloon. So this balloon is created through multiple ways. And government also played a big role in this. ഗവൺമെൻറ്റിൻ്റെ റോൾ എന്ന് വെച്ചാൽ ഒരു 2-3 എക്സാമ്പിൾ പറയാം. മെയ് 26, 2014 നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അഡാനി ഗ്രൂപ്പിന് 2 പോർട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 14 പോർട്ടുണ്ട്. ഓക്കെ. 2018 നവംബറിനും 2019 ഫെബ്രുവരി 26 ഇടയ്ക്ക് അവർ 2-3 മാസം കൊണ്ട് Adani became the largest private airport operator in India, out of the blue. Right? 2019 election ഡിക്ലെയർ ചെയ്യുന്ന 2 ആഴ്ച മുമ്പ്, I think 25th February or something, the Narendra Modi group changed its own rules or regulations
and given Adani Group's standalone power project and SEZ status. SEZ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഇക്കോണമിക് സോൺ. SEZ is important because SEZ-ൽ ഇറ്റ്സ് നമുക്ക് പറയാൻ വേണമെങ്കിൽ അതൊരു രാജ്യത്തിനകത്ത് തന്നെ വേറൊരു രാജ്യമാണ്. എസ്പെഷ്യലി നോട്ട് ഇൻ അതർ വേസ് ബട്ട് ഫോർ ദ ടാക്സ് ലോസ്. അപ്പം നമ്മുടെ tax laws as well as labor laws, I think. Some of the not completely. Basically, it's basically the taxes. Okay. ഇൻകം ടാക്സ് 5 വർഷത്തേക്ക് കൊടുക്കണ്ട, പിന്നെ 5 വർഷത്തേക്ക് 50% കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കിട്ടുന്ന പ്രോഫിറ്റ് വീണ്ടും ഫ്ലോ ബാക്ക് ആ ബിസിനസ്സിൽ തന്നെ ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും കൊടുക്കണ്ട. സർവീസ് ടാക്സ് ഇല്ല, GST ഇല്ല, ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല. ഓക്കെ. ഇത് പവർ പ്ലാന്റ്, ദിസ് ഇസ് എക്സ്പോർട്ടിംഗ് പവർ ടു ബാംഗ്ലാദേശ്, importing coal. To run the power plant, they are importing the coal from Australia and Indonesia, from Adani's own coal mines. They produce electricity over there, export it, and not paying a single penny in taxes. So the government also played a major role in creating this balloon. Now, ആ ഗ്രൂപ്പിൻ്റെ എല്ലാ കമ്പനികളും ഇങ്ങനെ ഇതാണെന്ന് ഞാൻ പറയില്ല. ഐ സെഡ് അഡാനി പോർട്ട്സ് ഇസ് എ ഗുഡ് കമ്പനി, ഓക്കെ, ബിക്കോസ് ദേ ഹാവ് ലോട്ട് ഓഫ് അസറ്റ്. ബട്ട് എങ്ങനെയാണ് ആ ഇത്രയും പോർട്ടുകളുടെ എണ്ണം കൂടിയത് എന്നുള്ളത്, അതും അഗെയിൻ ഇറ്റ് വാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഗവൺമെൻറ്. ദിസ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ്. അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അദാനി പോർട്ട് ഇപ്പോൾ മുന്ദ്രയിലാണ് ആദ്യം അവരുടെ ഓപ്പറേഷൻസ് തുടങ്ങുന്നത്, പിന്നെയാണ് ഈ പറയുന്ന ഇത്രയും എണ്ണത്തിലേക്ക് വർദ്ധിക്കുന്നത്. ഇതിൽ 2013 റവന്യൂ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന ഒരു കത്തിൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ സാധനങ്ങളുടെ വില കൂട്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കള്ളപ്പണ ഇടപാട് നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതാണ്ട് 6,750 കോടി രൂപയുടെ മറ്റുമാണ് ആ റിപ്പോർട്ടിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്രയാണ് കാണിക്കുന്നത്. കൗതുകരമായൊരു കാര്യം, ഇവിടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണ ചുമതല അദാനി ഗ്രൂപ്പാണ്. അതിന് കൊടുത്ത കരാറിനെക്കുറിച്ച് CAG-യുടെ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലും ഈ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂട്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഉദാഹരണത്തിന് ക്രെയിൻസിൻ്റെതാണ് അതിന് പ്രധാനമായിട്ട് പറയുന്നത്. ക്രെയിൻസിൻ്റെ വില മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നതിൻ്റെ ഏതാണ്ട് 10 മടങ്ങോ 20 മടങ്ങോ ഒക്കെ കൂട്ടിക്കാണിക്കുകയാണ് ഈ ടെൻഡറിൽ ചെയ്തിരിക്കുന്നതെന്ന് CAG റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ പോർട്ട് കമ്പനി ഇപ്പോൾ വളരെ ഗംഭീരമായി നടക്കുന്നതെന്നുള്ള പ്രശ്നം കൂടി ഉണ്ട്. അത് അല്ല, അത് യുവർ ഇൻഫർമേഷൻ ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. അത് ആ പോർട്ടിൻ്റെ അല്ല, ഇറ്റ് ആക്ച്വലി ഹാപ്പൻഡ് അഡാനി വിത്ത് അഡാനി പവർ. ഓക്കെ, നമുക്ക് ആദ്യം പോർട്ടിൻ്റെ ഇത് മുഴുവനാക്കാം, എന്നിട്ട് നമുക്ക് പവറിലേക്ക് വരാം. So that figure what you said is somewhat correct, but it's of Adani power, not port. 2019-2021 കൊളംബോ പോർട്ട് ഇസ് എ മേജർ പോർട്ട് ഇൻ സൗത്ത് ഏഷ്യ, റൈറ്റ്? അവിടുത്തെ തൊഴിലാളികൾ ഭയങ്കരമായിട്ട് സമരം ചെയ്യാൻ തുടങ്ങി. അവർ ഇറ്റ് വെൻറ്റ് ഇൻ ടു such a state that port operations close ചെയ്തിട്ടു, അടച്ചിട്ടു. It's huge losses to the Sri Lankan government, which was already clipping under a financial crisis. Reason in that chala, the western container terminal of that port, which was almost 35-40% completed, government decided to hand over that port to the Adani Group, a consortium led by Adani Group. Okay. അപ്പോൾ നമ്മളതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രീലങ്കൻ അന്നത്തെ പോർട്ട് മിനിസ്റ്റർ ജോൺസ്റ്റൺ ഫെർണാണ്ടോ, പുള്ളി ക്യാബിനറ്റിനൊരു മെമ്മറാണ്ടം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കിട്ടി. ശ്രീലങ്കയെ നമ്മളത് ആക്സസ് ചെയ്തു. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെക്കമെൻഡഡ് ദ നെയിം as recommended by Government of India. Okay, the cabinet may approve to hand over this terminal to this consortium led by Adani Group. And the Modi government recommended Adani Group as India's official representative. Now that's it's the first time. It's the first time, at least I was seeing something like that. നമ്മുടെ
നമ്മുടെ സർക്കാർ ഒരു പ്രൈവറ്റ് പാർട്ടിയെ രാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വേറൊരു കൺട്രിയിൽ അങ്ങനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ഐ വാസ് സീയിങ്. ഓക്കെ, നമ്മുടെ അറിവിൽ, എൻ്റെ അറിവിൽ ശ്രീലങ്കയിൽ മറ്റേ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റിൻ്റെ ഉണ്ടായി. കരാറ് അദാനി ഗ്രൂപ്പിന് കൊടുക്കണമെന്ന് പ്രധാനമന്ത്രി റെക്കമെൻഡ് ചെയ്തത് അവിടെ വലിയ കോൺട്രവേഴ്സി ഇവിടെ മുമ്പേ തന്നെ അത് നടന്നു. അതിനു മുമ്പാണ് അത് നടന്നത്. And the Sri Lankan government, because of this protest of port employees unions, Sri Lankan government back out ചെയ്യേണ്ടി വന്നു. Then they convinced the Indian government that we will give a place, let them invest, let Adani Group invest and construct a new one. ഗവൺമെൻറ്റിൻ്റെ ഇതെന്ത് വെച്ചാൽ ദാറ്റ് ഈസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ചൈനീസ് ഗവൺമെൻറ് കമ്പനിയാണ്. So, government thought they should have strategic interest. If that is of strategic interest, is Adani is going to counter China? You understand? So, anyhow, they got another container terminal now. They're constructing it from scratch. So, for government to not recommend either Bombay Port Trust, Jawaharlal Port Trust, or Cochin Port Trust, or Calcutta, or any government port trust to develop that terminal, why Adani Group? Who is Gautam Adani? जो भी दे रहा है पैसा तो हमारा ही है ना, നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാരുടെ പൈസ അല്ലേ. किसी के मामा के घर से पैसा लेके आया था क्या? He asked. റൈറ്റ്. ഇപ്പം എല്ലാ ആഡിലും മോദീസ് ഗിഫ്റ്റ് ഇന്നലെ പിടിയാന്നോ മറ്റേ മുംബൈയിലും നവി മുംബൈ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് ചെയ്തപ്പോൾ അതും മോദിയുടെ ഗിഫ്റ്റാണ്. മാമാ കെ ഘർ സെ പൈസ ലേക്കെ ആയാ താ ക്യാ? വാട്ട് ഹി ആസ്ക്ഡ് വി ക്യാൻ ആസ്ക് ഹിം. ഇറ്റ്സ് അവർ മണി. സോ ഐ മീൻ ദിസ് ഇസ് അനദർ ബലൂണിങ്, റൈറ്റ്? രാജീവ് ചോദിച്ച മറ്റേ ഇതിൻ്റെ ഇറക്കുമതിയിലുള്ളത് 2010 2013 ഇടയ്ക്ക് Adani Group was on that time, from 2008 onwards, Adani Group was setting up 2 power plants, thermal power plants, coal-fired. കൽക്കരി കൊണ്ട് കത്തിച്ചിട്ടുണ്ടാക്കുന്ന 2 പവർ പ്ലാന്റ് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഇൻസ്റ്റാൾ ചെയ്യായിരുന്നു, നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ ഫേസിനുള്ള എക്വിപ്മെൻറ്റ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് DRIക്ക് മനസ്സിലായി. ഓക്കെ, അത് കസ്റ്റംസിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. ആസ് പെർ DRI's കാൽക്കുലേഷൻ 2010 2013 ഇടയ്ക്ക് ചൈനയിൽ നിന്നും കൊറിയയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത പവർ എക്യുപ്മെൻറ്റ്സിൻ്റെ പ്രൈസിൽ the inflation was up to 220%. സോ നിങ്ങൾ പറഞ്ഞ പോലെ അത്രയും കൂട്ടിയിട്ട് തന്നെയാണ് ശരിക്കുന്നത്. അങ്ങനെ അപ്പോൾ അതിലൊരു 6278 കോടി രൂപ അന്നത്തെ കൺവേർഷൻ റേഷ്യോ പ്രകാരം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയി. ഇതിങ്ങനെ ചെയ്തെച്ചാൽ ചൈനയിൽ നിന്ന് സാധനങ്ങൾ ഷിപ്പ് ചെയ്യും. അപ്പോൾ സാധനങ്ങൾ നേരെ മുംബൈയിലേക്ക് വരും, അല്ലെങ്കിൽ ഗുജറാത്തിൽ എവിടെ വെച്ചാൽ അവിടെ വരും. ഇതിൻ്റെ ബില്ല് ദുബായിലൊരു കമ്പനിയിലേക്ക് പോകും. അതിന് മുമ്പ് ഇതൊരു ഇൻ്റർനാഷണൽ ടെൻഡറായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വലിയ പവർ പ്ലാന്റൊക്കെ വയ്ക്കുമ്പോൾ ഇൻ്റർനാഷണൽ ടെൻഡർ വിളിക്കുമല്ലോ. അപ്പോൾ ഇതിന് അദാനി ഗ്രൂപ്പ് 2 ഇൻ്റർനാഷണൽ ടെൻഡർ വിളിച്ചു, ഒന്ന് രാജസ്ഥാനിലും ഒന്ന് മഹാരാഷ്ട്രയിലേക്കും വേണ്ടിയിട്ട്. ദുബായിലുള്ളൊരു കമ്പനി ഈ 2 ടെൻഡറും ദുബായിലുള്ളൊരു കമ്പനി ജയിച്ചു ടെൻഡറിൽ. ഓക്കെ, ദ ഫൺ ഫാക്ടേഴ്സ്, ഈ ദുബായിലുള്ള കമ്പനി ഈ ടെൻഡറിനൊരു 1.5-2 മാസം മുമ്പാണ് ഫോം ചെയ്തത്. പവർ പ്ലാന്റ് ഉണ്ടാക്കാനുള്ള ടെൻഡറിന് മുമ്പ്. ആൻഡ് ഈ കമ്പനി ആ ടെൻഡർ ജയിക്കുന്ന സമയത്ത് the company which won this company, its name is Electrogen Infra FZE. ആ ടെൻഡർ ജയിക്കുന്ന സമയത്ത് കമ്പനിയുടെ പേര് സിച്ചുവാൻ മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് FZE. അപ്പോൾ ഈ ടെൻഡർ ജയിക്കുന്ന സമയത്ത് ഈ കമ്പനി ഉണ്ടല്ലോ, ഇറ്റ്സ് എക്സിസ്റ്റ് ഓൺലി ഓൺ പേപ്പറിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്.
Now the question is, a company which exists only on paper, അതെങ്ങനെ ഒരു ടെൻഡർ ജയിച്ചിട്ട് ഒരു പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യും? ഓക്കെ, സോ ഈ ടെൻഡർ ജയിച്ച കമ്പനി ചൈനയിലുള്ള എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഓക്കെ, അത് ഈ ടെൻഡറൊക്കെ ജയിക്കുന്നതിന് മുമ്പേ തന്നെ അവർ സൈൻ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചു. എന്നിട്ടാണ് ടെൻഡർ ജയിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ കമ്പനി, ദുബായിലുള്ള കമ്പനി ഇലക്ട്രിക് ആൻഡ് ഇൻഫ്ര ഓർഡർ ചെയ്യും. ചൈനയിൽ നിന്നോ കൊറിയയിൽ നിന്നോ എവിടെ വെച്ചാൽ അവിടുന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യും. അത് നേരെ അവിടുന്ന് വരും. മുംബൈയിലോ ഗുജറാത്തിലോ എവിടെ വെച്ചാൽ അവിടെ വരും. ബില്ല് ആ ചൈന കമ്പനി നേരെ ദുബായിൽ ഈ കമ്പനി ഇലക്ട്രിക്കിന് അയക്കും. ഇൻവോയ്സ് നമ്പർ സെയിം ആയിരിക്കും, ഡേറ്റ് സെയിം ആയിരിക്കും. പക്ഷേ പ്രൈസ് ഉണ്ടല്ലോ, യൂണിറ്റ് പ്രൈസ്, എക്യുപ്മെൻറ്റിൻ്റെ യൂണിറ്റ് പ്രൈസ് 220% മുകളിലേക്ക് പോകും. എന്നിട്ട് അത് ഈ ദുബായ് കമ്പനി അഡാനയുടെ ഇന്ത്യൻ കമ്പനിയിലേക്ക് അയക്കും. അപ്പോൾ 100 രൂപയുടെ സാധനം 200 രൂപയാക്കിയിട്ട് 220 രൂപയാക്കിയിട്ട് അഡാനയുടെ ഇവിടുത്തെ കമ്പനി ദുബായിലേക്ക് അയക്കും. അപ്പോൾ ഈ ദുബായിലെ കമ്പനി 100 രൂപ പ്രോഫിറ്റ് എടുത്തിട്ട് അവിടെ വെച്ചു. എന്നിട്ട് ബാക്കി 100 രൂപ, അതാണ് വില, ചൈനീസ് കമ്പനി, അത് ചൈനീസ് കമ്പനിക്ക് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ കടത്തിയതാണ് ഓൾമോസ്റ്റ് ആ 1.01 ബില്യൺ, അതായത് ഒരു 6300 കോടി, 6228 കോടി രൂപ അന്നത്തെ ഇതിൽ. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നോക്കുന്നത് ഒരു 8300 കോടി രൂപ. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ട് DRI കേസ് ഫയൽ ചെയ്തു, എല്ലാ തെളിവും കൊടുത്തു. DRIയുടെ ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലായി ഈ ദുബായിലുള്ള കമ്പനി വിനോദ് റാനിയുടെ ഏട്ടൻ്റെ കമ്പനിയാണ്. ഗൗതം അഡാനിയുടെ ഏട്ടൻ്റെ കമ്പനിയാണ്, വിനോദ് റാനിയുടെ കമ്പനിയാണ്. ആൻഡ് വിനോദ് അഡാനി ഈസ് എ പാർട്ട് ഓഫ് ദി പ്രൊമോട്ടർ ഗ്രൂപ്പ്. അത് അഡാനി ഗ്രൂപ്പിൻ്റെ ഭാഗമാണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഇൻസൈഡഡ് ട്രാൻസാക്ഷനാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ മണി ലോണ്ടറിങ് ആണ്. മൂന്നാമത്തെ, അന്നത്തെ 2014 ജനുവരി 31 അന്നത്തെ DRI ചീഫ് ആയിരുന്ന മിസ്റ്റർ നജീബ് ഷാ, അന്നത്തെ സെബി ചെയർമാൻ, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാന് മിസ്റ്റർ UK സിൻഹ ഒരു ഒഫീഷ്യലായിട്ടൊരു ലെറ്റർ എഴുതി. അതിൻ്റെ കൂടെ ഒരു CD-യും, എവിഡൻസിനൊരു CD-യും കൊടുത്തു. ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്ക് കിട്ടിയ തെളിവ് പ്രകാരം അഡാനി ഗ്രൂപ്പ് ഇങ്ങനെ എത്രയും പൈസ ഇവിടുന്ന് കടത്തിയിട്ടുണ്ട്. ഈ പൈസ റൗണ്ട് ട്രിപ്പിംഗ് ചെയ്തിട്ട് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൽ അഡാനിയുടെ കമ്പനീസിൽ തന്നെ തിരിച്ചെത്തുന്നുണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കണം. ഓക്കെ, സെബി അതിനെപ്പറ്റി UK സിൻഹയുടെ ഇതിൽ സെബി അതിനെപ്പറ്റി അന്വേഷിച്ചില്ലേ എന്ന് നമുക്കറിയില്ല. പക്ഷേ UK സിൻഹ ഇപ്പോൾ 17 റിട്ടയറായി. ഇപ്പോൾ അഡാനി ഗ്രൂപ്പിൻ്റെ NDTV ഉണ്ടല്ലോ, അതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ്. അത്രേ പറയുള്ളൂ, ബാക്കിയൊന്നും പറയില്ല. ഓക്കെ, അതിനെ പറ്റിയിട്ട് വീണ്ടും നമ്മൾ ഇതിലേക്ക് വരാം. DRI, അപ്പോൾ DRIയുടെ കേസുകൾ വരുമ്പോൾ, ഷോക്കോസ് നോട്ടീസ് അയച്ചിട്ട് കേസുകൾ വരുമ്പോൾ, ഈ കേസുകൾ ആർഗ്യൂ ചെയ്യുന്നത് ആദ്യത്തെ ഇത് ഒരു DRIയുടെ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആയിരിക്കും, ഒരു ഡയറക്ടർ ജനറൽ ഉണ്ടാവും. ഹി വിൽ ലിസൺ ടു ദ കേസ് ആൻഡ് ഹി വിൽ ഗിവ് ഹിസ് വെർഡിക്റ്റ്. അപ്പോൾ അന്നത്തെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഒരു KVS സിംഗ് ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ്ലി 2015 നജീബ് ഷാ റിട്ടയറായി. അപ്പോൾ നജീബ് ഷാ റിട്ടയർ ആവുന്നവരെ ഈ കേസ് പോയിട്ടില്ല മുകളിലേക്ക്. അതിൻ്റെ ഇത് അഡ്ജുഡിക്കേറ്റിംഗ് അവരുടെ അടുത്ത് പോയിട്ടില്ല, അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഒന്നും തുടങ്ങിയിട്ടില്ല. 2017 KVS സിംഗ് പറഞ്ഞു, ഓക്കെ, ദുബായിലെ കമ്പനി വിനോദ് അഡാനിയാണ് ഓൺ ചെയ്യണത്. ഇൻവോയ്സ് ചൈനയിൽ നിന്ന് ദുബായിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ പ്രൈസ് ഇൻഫ്ലേറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പ്രൈസ് ഇൻഫ്ലേറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ DRI സ്മാർട്ടായിട്ട് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ചൈനീസിൻ്റെ ആക്ച്വൽ ഇൻവോയ്സും ദുബായിൽ നിന്ന് ഇൻഫ്ലേറ്റ് ചെയ്ത ഇൻവോയ്സും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എവിഡൻസ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് KVS തിങ്. എന്നിട്ട് പറയാണ്, വിനോദ് അഡാനി അഡാനി ഗ്രൂപ്പിൻ്റെ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്, അഡാനിയുടെ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. എന്നാലും ഈ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത് ഈസ് അറ്റ് ആംസ് ലെങ്ത്, അതായത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അല്ല. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നമുക്കിന്ന് വരെ മനസ്സിലായിട്ടില്ല, ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ DRI സെസ്റ്റാറ്റിൽ പോയി. അപ്പോൾ ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കഴിഞ്ഞാൽ അടുത്തത് അപ്പലേറ്റ് ട്രൈബ്യൂണലാണ്. അത് കസ്റ്റംസ്, എക്സൈസ്,
സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ, അതാണ് സെസ്റ്റാറ്റ്. അവിടെ ഒരു ജുഡീഷ്യൽ മെമ്പറും ഉണ്ടാവും, ഒരു ടെക്നിക്കൽ മെമ്പറും ഉണ്ടാവും. അവർ പറഞ്ഞു KVS സിംഗിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ശരിയാണ്, വിനോദ് അഡാനി ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്, കമ്പനി വിനോദ് അഡാനിയുടെയാണ്, എന്നാലും ഈ ട്രാൻസാക്ഷൻ ആംസ് ലെങ്ത്തിലാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, അവൻ DRI സുപ്രീം കോടതിയിൽ പോയി. ഈ കഴിഞ്ഞ മാർച്ചിൽ 2023 മാർച്ചിൽ സുപ്രീം കോടതി ഫയൽ ഓപ്പൺ ചെയ്ത് പോലും നോക്കിയില്ല. സുപ്രീം കോടതി പറഞ്ഞു അതിൻ്റെ കേസിൻ്റെ മെറിറ്റിലേക്കൊന്നും പോയില്ല. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയും സെസ്റ്റാറ്റും പറഞ്ഞു ഇതെല്ലാം ശരിയാണ്, ആംസ് ലെങ്ത് ആണ് ട്രാൻസാക്ഷൻ, കേസ് ഡിസ്മിസ്ഡ് സബ് സംഗാസി. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മളിതെങ്ങനെ പറയാണ്ടിരിക്കും? ഇത് പുറത്തു കൊണ്ടുവരിക, പറയാന്നുള്ളതല്ലേ ഒരു ജേർണലിസ്റ്റിൻ്റെ ഉത്തരവാദിത്വം. ദാറ്റ്സ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു ആൻഡ് ദാറ്റ്സ് വാട്ട് വി ഡിഡ്.